ഹലോ നമസ്കാരമുണ്ട്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകണം എന്തറിയോ? ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, നമുക്കൊരു അടിപൊളി സ്ട്രോബെറി വൈൻ ഉണ്ടാക്കാം അല്ലേ. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടി ഒന്ന് ഉണ്ടാക്കാം കേട്ടോ. ക്രിസ്മസ് ആകുമ്പോഴേക്കും നമുക്ക് റെഡി ആവണം. ഇന്നിപ്പോൾ എന്തായി 20-ാം തീയതിയാണ്. ഇന്ന് 25-ാം തീയതി ആകുമ്പോഴേക്കും നമുക്ക് ഇത് റെഡിയാക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ട്രോബെറി മേടിച്ചിട്ടുണ്ട്. ഇതാണ് സ്ട്രോബെറി കേട്ടോ. ചിലപ്പോൾ മാറിപ്പോണി, വലിയ ഇംഗ്ലീഷൊന്നും ഇല്ല, അതുകൊണ്ടാണ്. ദേ സ്ട്രോബെറി മേടിച്ചിട്ടുണ്ട്. നമ്മളിത് കട്ട് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാക്കണേ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഇതിൻ്റെ ഈ മൂളൊക്കെ വെട്ടിയിട്ട് ആദ്യം നമ്മൾ കഴുകി തുടച്ച് വൃത്തിയാക്കി ഒരു തുള്ളി വെള്ളം ഇല്ലാതെ ഇട്ട് വെച്ചിരിക്കുന്നത്. ഒരു തുള്ളി ഇതിൽ വെള്ളം വരാനും പാടില്ല, കാരണം നമ്മളിതിലിടുമ്പോൾ പൂപ്പൽ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇത് മുഴുവൻ കഴുകി തുടച്ച് വൃത്തിയാക്കി ഫാനിൻ്റെ കാറ്റിലൊക്കെ കൊണ്ട് ഉണക്കി വെച്ചിരിക്കുകയാണ്. അത് നമ്മളിതങ്ങനെ വെട്ടി ഒന്ന് ചെറുതാക്കി കേട്ടോ. നമ്മുടെ സ്ട്രോബെറി ഒക്കെ നമ്മൾ കഷ്ണം കഷ്ണമായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളിത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇത് ചെറിയൊരു വരഞ്ഞേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇത് മുഴുവൻ ഇതിലേക്ക് ഇടാം കേട്ടോ. ഈ ഭരണി നമ്മൾ നല്ല ചൂടുവെള്ളം ഇട്ട് കഴുകി തുടച്ച് ഉണക്കി വെച്ചതാണ്. നമ്മൾ ഈ വൈൻ ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ഒരു തുള്ളി വെള്ളം പാടില്ല. വെള്ളം വന്നാൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അത് പൂക്കാൻ തുടങ്ങും. അപ്പം അതുകൊണ്ട് നമുക്ക് എല്ലാത്തിലേക്ക് ഇടാം. നമ്മൾ ഇതിനൊരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ആ പഞ്ചസാര ഇതിലിട്ടിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളുടെ കണ്ടോ, നല്ല ഓൾമോസ്റ്റ് ഒക്കെ ഇതങ്ങനെ ചതഞ്ഞ മാതിരി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയും ചതയണം. നമ്മളിത് ദിവസം ഇങ്ങനെ ഇളക്കി കൊടുക്കുമല്ലോ, അപ്പോൾ അത് ഇതായിക്കോളും. അപ്പോൾ നമ്മളുടെ പഞ്ചസാരയും നമ്മുടെ സ്ട്രോബെറിയും ഇത് കിടന്ന് ഇങ്ങനെയായി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബാക്കിയുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള പഞ്ചസാര ഇതിലിട്ടു നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് നമ്മൾ കുറച്ച് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ഗോതമ്പ് കുറച്ച് അത് ഇതിലിടുക. മുഴുക്കനുള്ള ഗോതമ്പാണ്. അത് മിക്സ് ചെയ്യുക. നമ്മൾ പാത്രം ചിലപ്പോൾ മാറ്റേണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. നമ്മൾ വെള്ളം കൂടി ആകുമ്പോഴേക്കും നിറയും. നോക്കി നോക്കാം എന്തായാലും. ഇതിങ്ങനെയായി. ഇത് നമ്മളെന്താ ചെയ്യുന്നറിയോ? കുറച്ച് പട്ട എടുത്തിട്ടുണ്ട്. പട്ടയും ഗ്രാമ്പും അത് ഇതിലിട്ട് കൊടുക്കുക. കുറച്ച് മതിട്ടോ അതൊക്കെ. പിന്നെ നമ്മളുടെ ഈസ്റ്റ് അതും കുറച്ചിട്ട് നന്നായിട്ട് ഇളക്കുക. ഒരു പാക്കറ്റിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് നമുക്ക് മേടിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു പാക്കറ്റ് കിട്ടും. അതിൻ്റെ പകുതി മതി. എനിക്ക് തോന്നുന്നു ഒരു 3/4 ടീസ്പൂണിൻ്റെ അത്ര മതി. അതും കൂടി ആയിട്ട് നന്നായിട്ട് ഇളക്കുക. ആ പഞ്ചസാര അലിയുന്ന വരെ ഇളക്കുകയെന്ന് വെച്ചാൽ അത്രയും നല്ലത് കേട്ടോ. കണ്ടോ, ഇങ്ങനെ ആയില്ലേ? ഇനി നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ ഒരു കപ്പിന് നിറയെ പഞ്ചസാര എടുത്തിരിക്കുന്നത്. നമ്മളിതിന് 1.5 കപ്പ് വെള്ളം എടുത്തിട്ട് നമ്മളിതിൽ ഒഴിക്കും. അതും തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ. തിളപ്പിച്ചാറിയ വെള്ളമാണ്. ഇതിലും പച്ചവെള്ളം ഒന്നും മിക്സഡ് അല്ല. നമ്മളതും കൂടെ ഇതിൽ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി വയ്ക്കുക. ഒന്നര കപ്പ് കൊള്ളില്ല, 1 കപ്പേ കൊള്ളുള്ളൂ. അപ്പോൾ നമുക്ക് പാത്രം മാറ്റാം അല്ലേ. അപ്പോൾ നമ്മളുടെ ഭരണിയിൽ ഇത് കൊള്ളുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ കാട്ടിയെന്നറിയോ? ഒരു സ്റ്റീൽ പാത്രം തന്നെ എടുത്തു. നമുക്കിപ്പോൾ ഇതേപോലെ നമ്മളുടെ അടുത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിലൊഴിച്ചിട്ട് നമുക്ക് റെഡിയാക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഇത് മുഴുവനും ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഇന്ന് കുറച്ച് സ്ട്രോബെറി കുറച്ച് കൂടുതലായി, അതാ പറ്റി. നമുക്ക് ഇത് എന്താ ചെയ്യുക? ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ.
അപ്പോൾ നമ്മളുടെതൊക്കെ മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊരു ടവൽ എടുത്തിട്ടുണ്ട്. ഇതും കൊണ്ട് ആദ്യം ഒന്ന് കെട്ടി വെക്കാം കേട്ടോ. ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ കെട്ടിയിട്ട് നമ്മളത്തിപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചിരടിട്ട് കെട്ടി വെച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും തോന്നുന്നു. ഇതല്ലേ, ഓക്കെ, കണ്ടോ ഇങ്ങനെയായി. നമ്മൾ എന്ത് ചെയ്യണം, ഇതുകൊണ്ടൊന്ന് നന്നായിട്ട് അടച്ചു വയ്ക്കാം. ഇതിൻ്റെ അടപ്പാണ്, തട്ടൊന്നുമില്ല, കണ്ടോ. ഇനി നമുക്ക് ഓരോ ദിവസവും തുറക്കുക, നല്ലതായിട്ട് ഇളക്കിയിട്ട് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിത് എടുത്ത് വെക്കാം അല്ലേ. ഞാൻ ഓരോ ദിവസവും തുറന്നിട്ട് ഇളക്കണം, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിത് വെച്ചിട്ട് 2 ദിവസമായിട്ടോ. നമുക്കൊന്ന് തുറന്നു നോക്കാം അല്ലേ. ഇത് നോക്കി, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നോക്കി, അതിങ്ങനെ നല്ല നൊരയൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കതിന് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, നമുക്കൊരു 2 ദിവസം കൂടി വെക്കാം അല്ലേ. ഒന്ന് നമ്മളിത് ഇളക്കി വെക്കണുള്ളൂ. ഒന്ന് ഇളക്കിയിട്ട് ഇതേമാതിരി നമ്മൾ അടച്ചിട്ട് ഇനിയും വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വൈന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 ദിവസമായി നമ്മൾ വൈൻ ഇത് ഇട്ട് വെച്ചിട്ട്. അന്നുണ്ടാക്കിയപ്പോൾ 4 ദിവസം കഴിയുമ്പോൾ നമ്മൾ എടുത്തപ്പോൾ സൂപ്പറായിരുന്നു. നമുക്കിപ്പോൾ ഒന്ന് തുറന്നു നോക്കാം എങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പോൾ തുറന്നു നോക്കാം. അടിപൊളിയായിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിതൊന്ന് ഇതാക്കി നോക്കാം അല്ലേ, എടുത്തു നോക്കാം. നല്ല സ്ട്രോബെറിയുടെ കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് തുറന്നു നോക്കാം അല്ലേ. എന്തായാലും തുറന്നു നോക്കല്ല, കഴിഞ്ഞു ആയി. നമുക്കത് എടുത്തിട്ടേ നമുക്കൊരു കുപ്പിയിൽ ഒഴിക്കാം അല്ലേ. നമ്മൾ ഇതിലാക്കിയിട്ട് അരിച്ചൊഴിക്കണം. അപ്പോൾ നമ്മളുടെ വൈന് കണ്ടോ ഒക്കെ റെഡി ആയിട്ടോ. അപ്പോൾ എല്ലാം അരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ എന്ത് രസമാണ് കാണാൻ നോക്കി. സ്ട്രോബെറിയുടെ സെയിം കളറാണ്. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് കുടിച്ചു നോക്കാം അല്ലേ. അയവാ നോക്കി, ഇതിൻ്റെ കളറൊക്കെ കാണാൻ തന്നെ എന്ത് രസം. കുടിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട് എന്നിട്ട് അറിയാട്ടോ. നല്ല വീര്യമുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ടുണ്ട് ശരിക്കും. നല്ല അടിപൊളി വൈനായിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മൾ സ്ട്രോബെറി ഒക്കെ കിട്ടുമ്പോൾ അതേമാതിരി ഉണ്ടാക്കി നോക്കുക കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്.